ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് സാഹചര്യമായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ തേടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഒരു ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഇപ്പോൾ തരാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. റീഡിങ്ങിനായി ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 8 of Swords, Queen of Swords, the Star, Ace of Pentacles, 6 of Wands. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജിയിൽ അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ട്രാപ്പായി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ ചിന്തകൾ പരിമിതമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും വിശാലമായി ചിന്തിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ, നമ്മളെക്കൊണ്ട് ഒന്നും സാധിക്കില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊരു കാര്യം ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല, ഒരു കോൺഫിഡൻസ് ലെവൽ കുറവായ രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് ഇപ്പോൾ തരാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ കുരുക്കിൽപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്രയും ആഴത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം അഴിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നാണ് ഉള്ളൊരു മെസ്സേജാണ് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും ആഴത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലല്ല. ആ കാര്യങ്ങളെല്ലാം എല്ലാതും നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ മൈൻഡിലെ ഇമോഷൻസാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും മോചിതനാകേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു ആൻസിസ്റ്റൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിപ്പോൾ. അത് കുറച്ചും കൂടിയും ബോൾഡായി തന്നെ, അതൊരു ഭയത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോട് കൂടിയോ എടുക്കേണ്ട തീരുമാനങ്ങളല്ല, നല്ല ബോൾഡായിട്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിപ്പോൾ. ആൻസിസ്റ്റേഴ്സിനുള്ള മെസ്സേജും അത് തന്നെയാണ്. കുറച്ചുകൂടി നമ്മൾ ഇമോഷണലി ഒരുപാട് ബൗണ്ട് ആകാതെ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ക്ലിയർ കട്ടായി, വേണമെങ്കിൽ വേണം ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ളൊരു അഡ്വൈസാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു റൈറ്റ് ടൈം അല്ലെങ്കിൽ ഇപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു സമയമായിട്ടില്ല എന്നൊരു ഫീലിംഗ് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ എപ്പോഴും ഒരു റൈറ്റ് ടൈം എന്നൊരു ടൈം വരില്ല. നമ്മൾക്ക് കുറച്ചും കൂടിയും ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് അതിനൊരു 50% നിങ്ങൾക്ക് ആ ഒരു നോളേജ് ഉണ്ടെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലുണ്ടെങ്കിലും ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഹോപ്പ്ഫുള്ളി അത് നന്നായി വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മൂവ് ചെയ്യാനായിട്ട്, അല്ലാതെ ഇതിപ്പോൾ ചെയ്താൽ ശരിയാകില്ല അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്താൽ അതിനൊരു റിസൾട്ട് കിട്ടില്ല എന്നൊരു ചിന്താഗതിയിൽ പോകുന്ന പേഴ്സണാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ആക്ഷൻ എടുക്കേണ്ട ടൈമാണ്. നിങ്ങൾക്കുള്ള നോളജിൽ വെച്ച് അത് ഹോപ്പ്ഫുള്ളി അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം നമുക്ക് നല്ലത് തന്നെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് മൂവ് ചെയ്യാനായിട്ട് നിങ്ങളോട് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണലി, കരിയർ വൈസ് അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ചെറിയൊരു അവസരമായാലും നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ അത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ, പുതിയ ബിഗിനിങ്സ് തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ്. അപ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു സംരംഭമായിരിക്കാം, എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ ചെറിയൊരു ഉയർച്ചയോടുകൂടിയ മാറ്റമായിരിക്കാം. അതെന്ത് തന്നെയായാലും അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സമയമാണിപ്പോൾ. അല്ലെങ്കിൽ അത് ഇത്രയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര പോരാ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടിയും ആ സാഹചര്യത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ ഗ്രോ ചെയ്യുക എന്നുള്ളൊരു അഡ്വൈസാണ് നിങ്ങൾക്കുള്ളത്. അത് കൂടുതലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആൻഡ് കരിയർ വൈസ് ഉള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻസിസ്റ്റൽ ഗൈഡൻസ് അല്ലെങ്കിൽ ആൻസിസ്റ്റൽ ഗൈഡൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡ്സിൻ്റെ ഒരുപാട് സപ്പോർട്ട്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അച്ചീവ്മെൻ്റ് ആയാൽ പോലും അതിൽ അമിതമായി തന്നെ നിങ്ങൾ സന്തോഷിക്കുക, അത് നിങ്ങളുടെ അച്ചീവ്മെൻ്റ് ആണ്. ആ ഒരു ടൈമിലെല്ലാം നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് കൂടെയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് സപ്പോർട്ടായി, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെപ്പോഴും പിന്തുണയ്ക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലരുടെ ലൈഫിലെല്ലാം ഇപ്പോൾ ഒരു ചെറിയ വലിയ നേട്ടം അല്ലെങ്കിലും അവർ ആഗ്രഹിച്ചൊരു ചെറിയ സന്തോഷമായിരിക്കും, അതിനെ മാക്സിമം ഹാപ്പിനെസ്സോടുകൂടി കാണുക, കൂടുതൽ വളർച്ച നിങ്ങളുടെ പാതയിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളൊരു ആൻസിസ്റ്റേഴ്സ്, പൂർവികർ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തോട്ട്സിനെ അവിടെ കട്ട് ചെയ്യുക. നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ഹോപ്പ്ഫുള്ളി അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വരും. കാരണം നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഇവിടെ കാണുന്നുണ്ട്.
അപ്പോൾ ഒരു റൈറ്റ് ടൈമിന് വേണ്ടി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊരു 50% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഒരു തീരുമാനമായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുക എന്ന് തന്നെയാണ് നിങ്ങൾക്കൂടെ ഒരു ആൻസിസ്റ്റൽ ഗൈഡൻസ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.